ഋതുഭേദങ്ങൾ അനുസരിച്ച് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കണം. വേനൽക്കാലത്ത് കനം കുറഞ്ഞ പരുത്തി വസ്ത്രമോ സുഷിരങ്ങളുള്ള വസ്ത്രങ്ങളോ ധരിക്കണം. തണുപ്പ് കാലത്ത് വസ്ത്രങ്ങൾ കട്ടിയുള്ളതും ചൂടുള്ളതുമായിരിക്കണം. തണുപ്പ് കാലത്ത് കമ്പിളി വസ്ത്രങ്ങളും ധരിക്കാവുന്നതാണ്, പക്ഷേ അവ ചെറു സുഷിരങ്ങളോട് കൂടിയവയായിരിക്കണം. നൈലോൺ, ടെർലിൻ തുടങ്ങിയ സിന്തറ്റിക് വസ്ത്രങ്ങൾ അലക്കാൻ എളുപ്പമാണെങ്കിലും ചർമ്മത്തിന് ദോഷം ചെയ്യുന്നതാണ്. അവ ധരിച്ചിരുന്നാൽ ശരീരത്തിന് ആവശ്യമായ വായു ലഭിക്കുകയില്ല. ചൂടും തണുപ്പും തടയുന്നതിനും വിയർപ്പ് വലിച്ചെടുക്കുന്നതിനും അവ പര്യാപ്തങ്ങളല്ല. പലരിലും സിന്തറ്റിക് വസ്ത്രങ്ങൾ ത്വക്ക് രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. വിയർപ്പ് പിടിച്ചതും നനഞ്ഞതുമായ വസ്ത്രങ്ങൾ കഴിയുന്നത്ര വേഗം മാറേണ്ടതാണ്. അമിത വിയർപ്പുള്ളവർ തൂവാല ഉപയോഗിക്കുന്നത് ഒരു ശീലമാക്കാൻ ശ്രമിക്കുക. ഉച്ചം ഭക്ഷണത്തിനും മറ്റും ശേഷം ചിലർ സാരിത്തുമ്പിലും മറ്റും കൈ തുടയ്ക്കുന്നത് കാണാറുണ്ട്. ഇത് തീർത്തും അവഗണിക്കേണ്ടതു തന്നെയാണ്. ജോലിക്ക് പോകുന്നവർ തൂവാല ഉപയോഗിക്കുന്നത് ശീലമാക്കേണ്ടതു തന്നെ. സ്വന്തം സാരി കൊണ്ടോ ഉടുത്തിരിക്കുന്ന തുണി കൊണ്ടോ കൈകൾ തുടയ്ക്കുന്നതും അടുക്കളയിൽ തുടയ്ക്കേണ്ട സ്ഥാനത്തും പാത്രങ്ങളും സാരി ഉപയോഗിച്ച് തുടയ്ക്കുന്നതും വളരെ ദുഷിച്ച സ്വഭാവമാണ്. അത് ഒഴിവാക്കേണ്ടതാണെന്ന് മാത്രമല്ല അനാരോഗ്യകരവുമാണ്. അടുക്കളയിൽ പെരുമാറുന്നവരുടെ വസ്ത്രങ്ങളിൽ അഴുക്ക് പുരളാൻ സാധ്യത ഏറെ ഉള്ളതിനാൽ ഇവർക്ക് ഏപ്രണുകൾ ഉപയോഗിക്കാവുന്നതാണ്. കോട്ടൺ ഏപ്രണുകളാണ് ഉത്തമം. അല്പസ്വല്പം തുന്നൽ പണി അറിയാവുന്നവർക്ക് ഇത് വീട്ടിൽ തന്നെ തുന്നിയെടുക്കാൻ കഴിയും. ഏപ്രണുകൾ ഉപയോഗിച്ചാൽ വസ്ത്രങ്ങളിലെ കറ, അഴുക്ക് എന്നിവ ഒഴിവാക്കാനാവുമെന്നതിനാൽ അടുക്കളയിൽ പെരുമാറുന്നവർ ഇതൊരു ശീലമാക്കുന്നത് നന്നായിരിക്കും. രാത്രിയിൽ ഉറങ്ങുന്ന സമയം ഉപയോഗിക്കേണ്ട വസ്ത്രം ലളിതവും വളരെ അയവുള്ളതുമായിരിക്കണം. രോഗികളുടെ വസ്ത്രങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ ദിവസവും രോഗിയെ ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം അവരുടെ വസ്ത്രങ്ങളും വിരിപ്പുകളും മാറണം. സാംക്രമിക രോഗികളുടെ കാര്യത്തിൽ വസ്ത്രങ്ങൾ വെള്ളത്തിൽ തിളപ്പിച്ച് കീടാണുനാശക ഔഷധങ്ങൾ ചേർത്ത് അലക്കുകയും ചെയ്യണം. രോഗിയെ പരിചരിക്കുന്നവർ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി സ്വന്തം വസ്ത്രങ്ങൾ പ്രത്യേകം വയ്ക്കുകയും അണുനാശിനികൾ കലർത്തി തിളപ്പിച്ച ജലത്തിൽ അലക്കുകയും ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ രോഗാണുക്കൾ പകരുമെന്ന് ഭയക്കേണ്ടതില്ല. ഇതുപോലെ തന്നെ കിടക്ക, ഉറുമാൽ, തുവർത്ത്, പുറത്തിടുന്ന വസ്ത്രങ്ങൾ എന്നിവയും ശുചിയായിരിക്കണം. പഴങ്ങൾ, പച്ചക്കറികൾ, മുട്ട, മാംസം എന്നിവ തണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക. അടുക്കളയിലെ ദുർഗന്ധമകറ്റാൻ അല്പം വിനാഗിരി ചേർത്ത വെള്ളം കൊണ്ട് തുടയ്ക്കുക. 3 ദിവസം തുടർച്ചയായി തുടച്ചാൽ ദുർഗന്ധമുണ്ടാകില്ല. അടുക്കളയിലെ ഉറുമ്പ് ശല്യം ഒഴിവാക്കാൻ ഉറുമ്പുള്ള ഭാഗത്ത് അല്പം മഞ്ഞൾപ്പൊടി വിതറുക. വേവിക്കാത്ത ഭക്ഷണ സാധനങ്ങളിൽ അണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ ഈ അണുക്കൾ പടർന്നു പിടിക്കും. ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുകയാണ് പോംവഴി. ചിക്കൻ വാങ്ങി വന്നാലുടൻ തന്നെ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കുക. എത്രയും പെട്ടെന്ന് പാകം ചെയ്യാമോ അത്രയും നല്ലത്. ചിക്കൻ മുറിക്കുന്ന കത്തിയും മുറിച്ചിടുന്ന പാത്രങ്ങളും വൃത്തിയുള്ളതാവണം. ചിക്കൻ മുറിച്ച ശേഷം കൈ നന്നായി സോപ്പിട്ട് കഴുകണം. ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപും ശേഷവും ആൻറ്റിബാക്ടീരിയൽ ലേബലുള്ള ലോഷനുകൾ ഉപയോഗിച്ച് തറയും പാത്രവും തുടച്ച് വൃത്തിയാക്കണം. അടുക്കളയിൽ ഉപയോഗിക്കുന്ന ടവലുകളിൽ ബാക്ടീരിയ ഉണ്ടാകും. അവ ദിവസവും കഴുകി വെയിലത്ത് ഉണക്കിയെടുക്കുക. വാതിൽപ്പിടി, സ്വിച്ചുകൾ, ക്യാബിനറ്റുകളുടെ നോബുകൾ എന്നിവ ദിവസവും തുടച്ച് വൃത്തിയാക്കണം. ഡിറ്റർജൻറ്റ് ലായനിയിൽ തുണി മുക്കി എക്സോസ്റ്റ് ഫാനുകളും കുക്കിംഗ് ഹുഡും ആഴ്ചയിൽ ഒരിക്കൽ തുടച്ച് വൃത്തിയാക്കണം. അടുക്കളയിൽ 2 ജനലുകളെങ്കിലും ദിവസവും തുറന്നിടണം. ശുദ്ധവായു കിട്ടാനാണിത്. ആഴ്ചയിൽ ഒരിക്കൽ ജനലുകൾ തുടച്ച് വൃത്തിയാക്കുകയും വേണം. കുടുംബത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഉറവിടം അടുക്കളയാണ്. വൃത്തിഹീനമായ അടുക്കള രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. സന്തോഷം നിറഞ്ഞ കുടുംബത്തിലേക്കുള്ള വഴി വൃത്തിയും വെടുപ്പുമുള്ള അടുക്കളയാണ്. വീടിൻ്റെ മുൻവശം മിനുക്കാൻ കൊടുക്കുന്ന ശ്രദ്ധ പലരും അടുക്കളയ്ക്ക് കൊടുക്കാറില്ല. അടുക്കളയുടെ വൃത്തിയും ഭംഗിയും മെച്ചപ്പെടുത്താൻ ചില നിർദ്ദേശങ്ങൾ. ഗ്യാസ് സ്റ്റൗവിൽ ഭക്ഷണ വസ്തുക്കൾ വീണാൽ ഉടൻ തന്നെ തുടയ്ക്കുക. പിന്നത്തേക്ക് മാറ്റിവെച്ചാൽ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാകും. ഗ്യാസ് സ്റ്റൗവിൻ്റെ ബർണർ ദിവസവും ചൂടുള്ള സോപ്പ് വെള്ളത്തിൽ വൃത്തിയാക്കണം. മീൻ വറുത്ത് കഴിയുമ്പോൾ സ്റ്റൗവിൽ എണ്ണമയം ഉണ്ടാകും. പേപ്പർ ഉപയോഗിച്ച് തുടച്ചതിന് ശേഷം തുണി കൊണ്ട് തുടയ്ക്കുക. എളുപ്പം വൃത്തിയാക്കാൻ സാധിക്കും. സിങ്കുകൾ ബാക്ടീരിയയുടെ നേഴ്സറി ആയതിനാൽ ദിവസവും കഴുകേണ്ടത് അത്യാവശ്യം. സിന്തറ്റിക് സിങ്കുകൾ സോഡാപ്പൊടി ചേർത്ത വെള്ളത്തിൽ തുടച്ചെടുക്കുക. പോഴ്സലെയിൻ സിങ്കുകൾ വൃത്തിയാക്കാനായി വിപണിയിൽ കിട്ടുന്ന സിങ്ക് ക്ലീനർ ഫലപ്രദമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ സിങ്കുകൾ വൃത്തിയാക്കാൻ ഡിഷ് വാഷിംഗ് ലിക്വിഡ് വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഉപയോഗിക്കാം. രാസവസ്തുക്കൾ അടങ്ങിയ ക്ലീനിംഗ് ദ്രാവകങ്ങൾ കൊണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ സിങ്കുകൾ വൃത്തിയാക്കുന്നത് സിങ്കിൻ്റെ ആയുസ്സിന് ഹാനികരമാണ്.
ഫ്രിഡ്ജ് മാസത്തിലൊരിക്കൽ ഫ്രിഡ്ജ് തുടച്ച് വൃത്തിയാക്കണം, ഇല്ലെങ്കിൽ ദുർഗന്ധമുണ്ടാകും. ഫ്രിഡ്ജിൽ ഭക്ഷണ സാധനങ്ങൾ കുറവുള്ള സമയം വൃത്തിയാക്കാനായി തിരഞ്ഞെടുക്കുക. വൃത്തിയാക്കുമ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്ത് വെള്ളം എടുത്തു കളയുകയും ഐസ് ട്രേകളിൽ വെള്ളം നിറച്ചു വയ്ക്കുകയും ചെയ്യുക. റെഫ്രിജറേറ്റർ വൃത്തിയാക്കാനുള്ള ലായനികൾ വിപണിയിൽ ലഭ്യമാണ്. ഇവയുപയോഗിച്ച് വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ സോഡാപ്പൊടിയിട്ട ചെറു ചൂടുവെള്ളത്തിൽ തുടയ്ക്കുകയോ ആകാം. ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോൾ അതിനുള്ളിലെ പാത്രങ്ങളും വൃത്തിയാക്കണം. ഫ്രിഡ്ജിൻ്റെ വാതിലിനിടയ്ക്കുള്ള റബ്ബർ സീൽ വൃത്തിയുള്ള ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കുക. കണ്ടൻസറിൻ്റെ കോയിലുകൾ എളുപ്പം പൊടി പിടിക്കും. ഇടയ്ക്കിടെ തുടയ്ക്കുകയോ വാക്വം ക്ലീനർ കൊണ്ട് വൃത്തിയാക്കുകയോ ചെയ്യണം. ഫ്രിഡ്ജിൻ്റെ പുറം സോപ്പ് വെള്ളത്തിൽ തുടയ്ക്കുക. പച്ചക്കറികൾ വെവ്വേറെ പൊതിഞ്ഞു വയ്ക്കുക. ചെറുനാരങ്ങ തുണിയിൽ പൊതിഞ്ഞു വയ്ക്കുക. ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ കളയുക. പ്ലാസ്റ്റിക് പാക്കുകളിലുള്ള ഭക്ഷണ സാധനങ്ങൾ ചോരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പഴങ്ങളും പച്ചക്കറികളും മുട്ടയും തണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിലെ ദുർഗന്ധം ഒഴിവാക്കാൻ നാരങ്ങാത്തൊണ്ട് വയ്ക്കുകയോ ഇരട്ടക്കരി കിഴി കെട്ടി വയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. മൈക്രോവേവ് അവൻ ദിവസവും മൈക്രോവേവിൻ്റെ ഉൾഭാഗം വൃത്തിയാക്കുക. മൈക്രോവേവിൽ ഭക്ഷ്യാവശിഷ്ടങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മുകൾ ഭാഗത്ത് ഒരു പാത്രത്തിൽ തിളയ്ക്കുന്ന വെള്ളം എടുത്ത് 10 മിനിറ്റുള്ളിൽ വയ്ക്കുക. പിന്നീട് അവശിഷ്ടങ്ങൾ തുടയ്ക്കുവാൻ എളുപ്പമുണ്ടാകും. സോഡാപ്പൊടി ഇട്ട ചൂടുവെള്ളം കൊണ്ട് തുടയ്ക്കുന്നതും നാരങ്ങ മുറിച്ച് തുടയ്ക്കുന്നതും ദുർഗന്ധം അകറ്റും. അവൻ പെട്ടെന്ന് വൃത്തിയാക്കുവാനായി നേരത്തെ 110 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയിടുക. അവൻ ക്ലീനർ സ്പ്രേ ചെയ്യുക. 10 മിനിറ്റിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്യുക. ഉണങ്ങിയ തുണി ഉപയോഗിച്ച് ക്ലീനർ തുടച്ച് കളയുക. അവൻ ചൂടായിരിക്കുമ്പോൾ വൃത്തിയാക്കുന്നത് സൂക്ഷിക്കണം. അടുക്കളയിലെ അവശിഷ്ടങ്ങൾ അങ്ങുമിങ്ങുമിടാതെ ഡസ്റ്റ് ബിന്നുകളിൽ ഇടണം. ഡസ്റ്റ് ബിൻ അടപ്പുള്ളതായിരിക്കണം, അല്ലെങ്കിൽ പാറ്റ, എലി തുടങ്ങിയവ കയറി ശല്യമുണ്ടാക്കും. ഡസ്റ്റ് ബിൻ ദിവസവും വൃത്തിയാക്കുക. അവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടുകയോ കമ്പോസ്റ്റിന് ഉപയോഗിക്കുകയോ ചെയ്യാം. ആൻറ്റി ബാക്ടീരിയൽ ക്ലീനർ ഉപയോഗിച്ച് ഡസ്റ്റ് ബിന്നിൻ്റെ അടപ്പ് ദിവസവും തുടയ്ക്കണം. ഉൾഭാഗം ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് വൃത്തിയാക്കാം. നന്നായി ഉണങ്ങിയതിന് ശേഷമേ വീണ്ടും മാലിന്യങ്ങൾ ഡസ്റ്റ് ബിന്നിൽ ഇടാവൂ. ബാക്ടീരിയ ഉണ്ടാകാതിരിക്കാനാണിത്.